വിവോ എന്ന ബ്രാൻഡിൽ നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വിവോ X200T എന്ന പേരിൽ. നമുക്കറിയാം നേരത്തെ തന്നെ X200 സീരീസ് വന്നിരുന്നതാണ്, X300 സീരീസ് പോലും വന്നു. അപ്പോൾ X200 സീരീസിലെ ലാസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാമെന്ന് തോന്നുന്നു. X200T ഇതുപോലത്തെ 80 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ X200നേക്കാൾ കുറെ അപ്ഡേറ്റുകളുമായിട്ടാണ് ഫീച്ചർ വൈസ് ഇത്തവണ X200T വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഫോണിന്റെ വിശേഷങ്ങൾ നോക്കാം. ഫോണിന്റെ സെയിം കളറിലുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, വിവോ X200T. ഫോൺ നല്ല സ്റ്റേഡി ഫീലാണ്. ബിൽഡ് ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല. ഫോണിന്റെ ബാക്ക് ഇത്തരത്തിൽ ഗ്ലാസ് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ മെറ്റാലിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ ഈ ഒരു ഫോണുണ്ട്. അതുപോലെ ഈ ഒരു മാറ്റ് ഫിനിഷ് പോലെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും ഈ ഒരു ഫോണിന്റെ ബാക്കിൽ പതിയത്തേയില്ല. ഫോൺ മൊത്തത്തിൽ ഒരു ഫ്ലാറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, ബോക്സി ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു ഇൻഹാൻഡ് ഫീലും കുഴപ്പമില്ല, ബോക്സി ഡിസൈൻ ആണെങ്കിൽ. ഈ ക്യാമറ മൊഡ്യൂൾ കണ്ടില്ലേ, വിവോയുടെ X200 പ്രോയിലും X300 പ്രോയിലും ഒക്കെ കണ്ട തരത്തിലുള്ള ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിനും വിവോ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ ഒരു ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് ഈ ഒരു ഫോണിന്റെ എന്ന് പറയേണ്ടി വരും. അതുപോലെ ഫോണിന്റെ സിം ട്രേ വന്നിട്ട് ഇതേ ഫോണിന്റെ താഴെ ഈ ഒരു ഭാഗത്താണ്. സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് നോക്കാം. അറിയാലോ, നമുക്ക് ഇപ്പോൾ എല്ലാം ഡ്യുവൽ നാനോ സിം കാർഡാണ് വരുന്നത്. ഈ ഒരു ഫോണിനകത്തും അത്തരത്തിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വന്നിട്ട് 204 ഗ്രാം ആണ് വെയിറ്റ്. പക്ഷേ അതിന്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ബാലൻസ് അത്ര പക്കയല്ല. കാരണം ഈ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെ ഈ ഒരു ഭാഗത്തിന് നല്ലൊരു വെയിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിനകത്ത് ആ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, കറക്റ്റ് പൊസിഷനിലാണ്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ അൺലോക്ക് ആകുന്നുമുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഈ 4 ഭാഗവും നോക്കി വളരെ തിൻ ബസലുകളാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല 1.5K റെസൊല്യൂഷൻ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. 120 ഹെഡ്സ് ആണ് ഇതിന്റെ ഒരു ഹയർ റിഫ്രഷ് റേറ്റ്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് LTPO റിഫ്രഷ് റേറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അതായത് 1 to 120 ഹെഡ്സ് വേരി ചെയ്യുന്ന തരത്തിലല്ല. 60 ഹെഡ്സ്, 120 ഹെഡ്സ്, അങ്ങനെ മിനിമം നമുക്ക് 60 ഹെഡ്സ് വരെ ഈ ഒരു ഫോണിന്റെ റിഫ്രഷ് റേറ്റ് കുറയുള്ളൂ. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ LTPO റിഫ്രഷ് റേറ്റ് ഉള്ള മറ്റു ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കണം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. 5000 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ ഓൾ ഡേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്പ്ലേക്ക് HDR10+ന്റെ ഒക്കെ സപ്പോർട്ട് ഈവൻ നെറ്റ്ഫ്ലിക്സിൽ പോലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമുക്ക് മൂവി വാച്ചിങ് യൂട്യൂബിൽ നിന്നോ അതുപോലെ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ മൂവി കാണുന്നതിനൊക്കെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല സ്കോട്ട് സെൻസേഷൻ കോർ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ് കൂടുതലും കേട്ട് പരിചയം. അത് മറ്റ് ബ്രാൻഡുകളാണ്. വിവോയിലേക്ക് വരുമ്പോൾ എപ്പോഴും കേൾക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്കോട്ട് സെൻസേഷൻ ആണ്. ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡ് ചെയ്താണ് വരുന്നത്. അതുപോലെ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. മീഡിയടെക്കിന്റെ Dimensity 9400+ എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ സ്നാപ്ഡ്രാഗനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ OnePlus 15R വന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 5ന്റെ ഒക്കെ ഒരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കേണ്ടി വരും. ഇതിന്റെ AnTuTu സ്കോർ നമ്മളിവിടെ പരിശോധിച്ച് നോക്കി. നമുക്ക് കിട്ടിയത് ഏകദേശം 2.56 മില്യൺ ആണ്. ആക്ച്വലി 2.8 മില്യൺ വരെയൊക്കെ ഇതിന്റെ AnTuTu സ്കോർ പോകുന്നത് ഞാൻ തന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു CP ത്രോട്ട്ലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 66% ആണ്. ഒരു ചെറിയ ത്രോട്ട്ലിംഗ് കാണിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. കണ്ടില്ലേ, ആദ്യം തുടക്കത്തെ വലിയ കുഴപ്പമില്ലാതിരുന്നിട്ട് പിന്നീട് ചെറുതായിട്ട് ത്രോട്ടിൽ ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് മാക്സിമം ഇതിനകത്ത് 12GB റാമും 512GB ഇന്റൽ സ്റ്റോറേജും കിട്ടും. അതുപോലെ LPDDR5X അൾട്ര എന്ന് പറയുന്ന റാം ടൈപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. UFS 4.1 ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ 2.8 അടുത്തുള്ള ഒരു AnTuTu സ്കോർ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഫോണിലാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അൾട്രാ എക്സ്ട്രീം അഥവാ 120 FPS ഗെയിം പ്ലേ സാധ്യമാണ്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ മികച്ച രീതിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. BGMലെ മറ്റു മാപ്പുകളിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. കൂടാതെ പെർഫോമൻസ് പാനലിൽ നിന്നും ഗെയിം ടൂളിൽ നിന്നും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗെയിം ടൂളിലേക്ക് വരുമ്പോൾ വോയിസ് ചേഞ്ചർ, ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ, കൺട്രോൾ സെറ്റിംഗ്സ്, മോഷൻ കൺട്രോൾ തുടങ്ങിയ നിരവധി ഓപ്ഷൻസുകൾ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഫോണിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6200 mAh ബാറ്ററി, അതുപോലെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു വിവോ X200 പോലും വയർലെസ് ചാർജിങ് ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെ വയർലെസ് ചാർജിങ് മാത്രമല്ല 40 വാട്ടിന്റെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റിവേഴ്സ് വയർലെസ്ലി ചാർജ് ചെയ്യാനും സാധിക്കും. വേറെ വയർലെസ് ചാർജിങ് പറ്റുന്ന ഫോണുകൾ ഇതിന് പുറത്ത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയാണ് വീഡിയോ ക്വാളിറ്റിയേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാര്യം ഞാൻ പല മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഫോട്ടോ ഇവർ നന്നായിട്ട് പ്രോസസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ അങ്ങനെ പ്രോസസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ അടിപൊളിയായിട്ട് തരുന്നുണ്ട്. പക്ഷേ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ആ ലെൻസിന്റെ ഒക്കെ യഥാർത്ഥ ഒരു ക്വാളിറ്റി നമുക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത്. വീഡിയോ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ഫോണിൽ എടുത്ത പോലെ തോന്നും. ഫോട്ടോകൾ കണ്ടാൽ ഒരു ഫോണിലെടുത്തു, വീഡിയോ വേറൊരു ഫോണിലെടുത്താണോ എന്ന് സംശയം തോന്നും. അത്രയും വ്യത്യാസം ഫോട്ടോയും വീഡിയോയും തമ്മിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. ക്യാമറകളെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് 3 ക്യാമറകളുണ്ട്. പ്രൈമറി 50, അതുപോലെ
അൾട്രാ വൈഡ് 50, ഒരു ടെലിസ്കോപ്പിക് സെൻസർ അതും 50 മെഗാ പിക്സലിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം, ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും അതുപോലെ നോർമൽ സെൻസറിലും ഒരേ സീനിന്റെ ഫോട്ടോ എടുത്താൽ പോലും 2 കളറായിരുന്നു കിട്ടുന്നത്, വ്യത്യസ്തമായ കളറായിരുന്നു. പക്ഷേ ഈ ഫോൺ എൻ്റെ കൈ കിട്ടിയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 അപ്ഡേറ്റ് ഞങ്ങൾ ചെയ്തു. ആ 2 അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു കളർ ഡിഫറൻസ് കാര്യമായിട്ട് കുറഞ്ഞു. എങ്കിലും ചെറുതായിട്ടുള്ള ഒരു കളർ ഡിഫറൻസ് അൾട്രാ വൈഡിലും നോർമൽ സെൻസറിലും തമ്മിലുണ്ട്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 32 മെഗാ പിക്സലിന്റെ സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ക്യാമറയിലും നമുക്ക് 4K 60 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെന്നുള്ളതും ഈ ഒരു ഫോണിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അൾട്രാ വൈഡിൽ നിന്ന് നോർമലിലേക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വീഡിയോ സൂം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. പക്ഷേ ആ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അൾട്രാ വൈഡിൽ നിന്ന് നോർമലിലേക്ക് വീഡിയോ മാറുമ്പോൾ തന്നെ വീഡിയോയിൽ തന്നെ കളർ ചെറിയ ഒരു ഷിഫ്റ്റ് അൾട്രാ വൈഡിൽ നിന്ന് നോർമലിലേക്ക് മാറുമ്പോൾ വരുന്നുണ്ട്. ചെറിയൊരു ഇതാണ്, സാധാരണ എല്ലാവരും ഒന്നും അറിയത്ത പോലും, പക്ഷേ അത് നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ട് പറയുന്നത് മാത്രം. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വ്ളോഗ് ഒക്കെ ചെയ്യുന്നവർക്ക് 4K 60 FPS നമുക്ക് വ്ളോഗ് ചെയ്യാം, സെൽഫി ആയാലും ബാക്ക് ക്യാമറ ആയാലും. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സെൽഫി ഒരുവിധം തരക്കേടില്ലാത്ത നല്ലൊരു സെൽഫി വീഡിയോ നൽകുന്നുണ്ട്. വീഡിയോ നല്ല സ്റ്റേബിൾ ആണ്, അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. അതുപോലെ വിവോ ഫോൺ ആണെങ്കിൽ അതിനകത്തെല്ലാം പല മോഡുകൾ നമുക്ക് എക്സ്ട്രാ കാണാൻ സാധിക്കും. ഇതേ ഫോട്ടോ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ നിരവധി മോഡുകൾ ഇതുപോലെ കാണാം. പോർട്രേറ്റിലും വരുമ്പോൾ കുറേ മോഡുകൾ കാണാം. അത്തരത്തിൽ നമുക്ക് പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു AI ഫീച്ചർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു AI ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോളി തീമിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഹോളി വരുന്നതുകൊണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ സാധാ ഫോട്ടോ എടുത്താൽ ഹോളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കളറൊക്കെ വരുത്തിക്കൊണ്ടുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ എടുത്ത് പറയേണ്ടത് മാക്രോ, നല്ല ക്ലോസപ്പ് ഷോട്ടുകൾ, അതുകൊണ്ട് തന്നെ നമുക്ക് മാക്രോ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. 10x വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് സൂപ്പർ മാക്രോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ടെലിഫോട്ടോ ക്യാമറയാണ് ഈ പറഞ്ഞ മാക്രോ സെൻസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫോട്ടോകൾ ഈ പറയുന്ന മാക്രോയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമറ ആപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് പോർട്രേറ്റ് വീഡിയോകൾ എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 16 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒറിജിനൽ OS 6 ആണ് കൊടുത്തിരിക്കുന്നത്. ഫണ്ടച്ച് OS മാറിയല്ലോ, ഇപ്പോൾ വിവോയിലും അതുപോലെ ഐക്യൂന്റെ ഫോണിലും ഒറിജിനൽ OS 6 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് ക്ലോസിംഗ് ഒക്കെ നോക്കി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നടക്കുന്നതെന്ന് വേണം പറയാം. വളരെ ആ ഒരു എന്താ പറയുക, എൻ്റെ ഒരു നാവിഗേഷൻ ഒക്കെ അടിപൊളി ഫാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, 5 വർഷത്തെ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. ഇപ്പോൾ ആൻഡ്രോയിഡ് 16 ആണ്, നമുക്ക് 21 വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. അതുപോലെ 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. എനിക്കൊന്ന് വിവോയിൽ നിന്ന് അങ്ങനെ വിരളമാണ് ഇത്രയും വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നൊക്കെ തോന്നുന്നു. എന്തായാലും ഒരു 5 മുതൽ 7 വർഷം വരെ ഫോണിന് മറ്റ് പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാം എന്നുള്ളതാണ് അത്രയും വർഷത്തെ നീണ്ട ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഫോണിൽ കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം. സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, മാത്രമല്ല നല്ല സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അടിപൊളിയാണ്, സൗണ്ട് കേൾക്കാൻ കൊള്ളാം. അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അതും ഈ പറഞ്ഞ പോലെ കറക്റ്റ് പൊസിഷനാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ വരുന്ന ഫോണുകൾ പലതിലും ഈ പറഞ്ഞ വിവോയുടെ തന്നെ കൂടിയ ഫോണുകളൊക്കെ ഫിംഗർ പ്രിന്റ് സംവിധാനത്തെ ഇവിടെ ആയിട്ടിരിക്കുമായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് ആ കൈ അവിടെ കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നല്ല പ്രോപ്പർ, അതും അൾട്രാസോണിക് വളരെ ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. ഇവരുടെ ഡയലർ, അതായത് വിവോയുടെയും ഐക്യൂന്റെ ഒക്കെ ഡയലറിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തലകൾ വിളിച്ച് പറച്ചിലൊന്നും ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിന് വേണ്ടി IP68, 69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വൈഫൈ 7 കൊടുത്തിട്ടുണ്ട്. അതുപോലെ NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. eSIM സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത്തരമുള്ള ഒരുവിധമുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോൺ മൊത്തത്തിൽ അരിച്ചു ഗുണിച്ച് നോക്കിയിട്ട് പ്രധാനമായിട്ടും 2 പോരായ്മകളും മൊത്തത്തിൽ 5 പോരായ്മകളുമാണ് കാണുന്നത്. അതായത് പ്രധാനപ്പെട്ട 2 പോരായ്മകൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് USB 2 ആണ് കൊടുത്തിരിക്കുന്നത്. USB 3 ഈ പ്രൈസ് പോയിന്റിൽ നൽകാമായിരുന്നു എന്നുള്ളതൊരു കുറവാണ്. രണ്ടാമതൊരു കുറവായിട്ട് കാണുന്നത് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. അത് LTPO റിഫ്രഷ് റേറ്റ് അല്ല, 1 Hz to 120 Hz വേരിയിങ് ടൈപ്പ് അല്ല, 60 Hz to 120 Hz മാത്രം വേരി ചെയ്യുന്ന തരത്തിലുള്ള റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യൻസി കുറച്ചുകൂടെ ബെറ്റർ ആണ് LTPO ആയിരുന്നെങ്കിൽ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട 2 കുറവുകൾ. അത് മാറ്റി പിന്നീടുള്ള ചെറിയ ചെറിയ കുറവുകൾ എന്ന് പറഞ്ഞാൽ, ഈ പ്രൈസ് പോയിന്റിൽ 1.5K റെസൊല്യൂഷൻ ആണ് നൽകുന്നത്. പക്ഷേ ഈ പ്രൈസ് പോയിന്റിലുള്ള ചില ഫോണുകളിലെങ്കിലും 2K റെസൊല്യൂഷൻ സപ്പോർട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. ഉദാഹരണത്തിന് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് പോലുള്ള 2 ആപ്ലിക്കേഷൻസിന്റെ റെക്കമെൻഡേഷൻ കാര്യങ്ങളും പിന്നെ കുറച്ച് ബ്ലോട്ട് വേസ് ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള ഫോണിൽ അത്തരം ബ്ലോട്ട് വേസുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വേണമെങ്കിൽ പറയുന്ന ഒരു കുഞ്ഞ് കുറവെന്ന് പറയുന്നത് IP69 വരെയുള്ള സർട്ടിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും താഴ്ന്ന് വിലയുള്ള ഫോണുകളൊക്കെ ഇപ്പോൾ IP69K സപ്പോർട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 5 കുറവുകൾ വേണമെങ്കിൽ നമുക്ക് എണ്ണി പറക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. നമുക്കിതിന്റെ ബേസ് വേരിയന്റിന്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 59,999 രൂപയാണ്. നമുക്കറിയാം റാമിന്റെ ഒക്കെ വില കൂടിയപ്പോൾ ഫോണുകളെല്ലാം ഇപ്പോൾ ഈ ഒരു സമയത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഫോൺ 5000 രൂപയുടെ കുറച്ചുകൊണ്ട് 54,999 രൂപയ്ക്ക് നമുക്ക് കാർഡ് ഓഫറിലൊക്കെ വാങ്ങാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിവോ X200T എന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിന്റെ വീഡിയോ ചെയ്യുന്നില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയത് കൊണ്ടാണ് വീഡിയോ താമസിച്ചത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.